കോൺഗ്രസാണു ഭാരതത്തിൽ മധ്യകോടി നെഞ്ചിലേറ്റി ചോര നൽകി ജീവനേകി കാത്തുവച്ച സാന്ത്വനം. വാനിലുയര കൊടിയുയർത്തി സത്യത്തിൻ കരുത്തുമായി സമരഭൂവിൽ ധീരരായി നമ്മളൊത്തു നീങ്ങിടും. രാജ്കട്ടിൽ ബാപ്പുജി നീർഭൂവിൽ രാജീവും ശക്തിസ്ഥലിൽ നിറയും ധീര രക്തസാക്ഷികൾ. രാജ്കട്ടിൽ ബാപ്പുജി നീർഭൂവിൽ രാജീവും ശക്തിസ്ഥലിൽ നിറയും ധീര രക്തസാക്ഷികൾ. നിണമണിഞ്ഞ വഴികളിൽ ഞങ്ങളുണ്ടു പിന്മുറ, നിങ്ങൾ തങ്കിനാക്കളല്ല ഞങ്ങൾ സഫലമാക്കിടാം. നിണമണിഞ്ഞ വഴികൾ പുതുപ്പള്ളിയിൽ വലിയ ഒരു ഭൂരിപക്ഷം നൽകി ഇവിടുത്തെ UDF-ന്റെ സാരഥികളെ വിജയിപ്പിച്ച നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ആ ഉത്തരവാദിത്വം ഞങ്ങൾ നിർവഹിക്കും. ഇന്നലെ വരെ മാത്രമേ രാഷ്ട്രീയമുള്ളൂ. ഇനി പുതുപ്പള്ളിയുടെ വികസനം, നമ്മുടെ നാടിന്റെ മാറ്റം, ഇവിടെ നമുക്ക് മിനി സിവിൽ സ്റ്റേഷൻ അടക്കമുള്ള കാര്യങ്ങൾ, പുതുപ്പള്ളിയിൽ ഒരു കളിസ്ഥലം വരുന്ന കാര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടത്തേണ്ടതുണ്ട്. അപ്പൊ ഇനി എല്ലാവരെയും വാക്കുകൾ കേൾക്കാനാണ് ഇവിടുത്തെ ജനപ്രതിനിധികൾ ശ്രമിക്കുക. അത് രാഷ്ട്രീയം നോക്കത്തില്ല. കോൺഗ്രസ് ആണോ BJP ആണോ CPM ആണോ ഒന്നുമല്ല. ഇനി പുതുപ്പള്ളിയുടെ വികസനത്തിന് ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടെ പ്രവർത്തിക്കുവാൻ വേണ്ടിയായിരിക്കും പുതിയ പഞ്ചായത്ത് ശ്രമിക്കുക. നിങ്ങളുടെ എല്ലാ സഹായവും പ്രാർത്ഥനയും ഉണ്ടാവണം. നിങ്ങളോടൊപ്പം UDF-ന്റെ സാരഥികൾ എല്ലാവരും കാണും. പുതിയ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും അടക്കമുള്ള ടീം ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി, അതിനകത്ത് ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാതെ പുതുപ്പള്ളി എന്നുള്ള വികാരവുമായി മുന്നോട്ട് പോയി നാടിന്റെ വികസനം ഉറപ്പാക്കും എന്നൊരു വാക്ക് തരുവാൻ ഈ അവസരം എടുക്കുന്നു. ജനാധിപത്യ വിശ്വാസികൾക്ക് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുക. 5 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് ഒരു പരാജയം സംഭവിച്ചെങ്കിൽ 5 വർഷങ്ങൾക്ക് ഇപ്പുറം ഉമ്മൻചാണ്ടിയെ ഓർത്തുകൊണ്ട് ഉമ്മൻചാണ്ടിയുള്ള സ്നേഹത്തിൽ നിങ്ങൾ നൽകിയ വോട്ടിന് ഈ പള്ളിയുടെ പരിസരത്ത് നിന്നുകൊണ്ട് ഞാൻ നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി നിങ്ങളുടെ സ്നേഹത്തിന്, കരുതലിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്ക് ചുരുക്കുന്നു. കാത്തുവെച്ച പൈതൃകം മതേതരത്വ സംസ്കൃതി കൃഷ്ണമണികൾ പോലെ ഞങ്ങൾ തടത്തില്